ബഹുമാനപ്പെട്ട ഏഷ്യാനെറ്റ് പത്രാധിപർ MG രാധാകൃഷ്ണൻ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി അരുണരത്നം, ഐക്യരാഷ്ട്രസഭയുടെ എഡ്യൂക്കേഷൻ സ്പെഷ്യലിസ്റ്റാണ് അരുണരത്നം. നിലമ്പൂരിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായിട്ട് ഏറെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ചെന്നൈയിൽ നിന്ന് ഇവിടെ എത്തിയതാണ്. ജോസ് കറിയ, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ജോസ് കറിയയും ഞാനും കൂടിയാണ് നിലമ്പൂരിനെ കുറിച്ചുള്ള ഈ പുസ്തകം എഴുതിയത്. സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ പുസ്തകം എഴുതാനുണ്ടായ ഒരു സാഹചര്യങ്ങൾ കൂടെ വിശദീകരിക്കട്ടെ. ഗൗരിദാസൻ നായർ ഉടനെ എത്തും. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തേണ്ടത് ഗൗരിയാണ്. ഇതിൽ ഞങ്ങൾ പത്രപ്രവർത്തകരാണ് ഇതിന്റെ ചടങ്ങിൽ നിൽക്കുന്നത് എന്നതിനും ഒരു കാരണമുണ്ട്. ഇതൊരു പത്രപ്രവർത്തനത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയ്ക്കാണ് ഈ പുസ്തകം എഴുതിയത്. ഗൗരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഞങ്ങൾ 3 പേരും ജോയും കഴിഞ്ഞ 2-3 സെമിനാറുകൾക്കൊക്കെ ആയിട്ട് മലബാറിലൊക്കെ പോയി. ഒന്ന് മലയാള സർവകലാശാലയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ, ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ. പിന്നീട് ഏറനാട് നോളജ് സിറ്റി, ഏറനാട്ടെ ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രം, അവിടേക്ക് ഞങ്ങൾ 3 സംഘമാണ് പോയത്. അന്ന് ജോ ഇല്ലായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ഷൗക്കത്ത് അവിടുത്തെ ഒരു സ്ഥിരം കഥാപാത്രമാണ്. ഷൗക്കത്ത് ഞങ്ങളൊക്കെ കൂടി ഇങ്ങനെ പ്രസംഗിക്കും. അപ്പോൾ ഷൗക്കത്ത് ഇങ്ങനെ നിലമ്പൂർ ഞങ്ങളുടെ പഞ്ചായത്തിലൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ജോയും ഞാനും കൂടെ നിലമ്പൂരിൽ പോയി. ഗൗരി വന്നില്ല. നിലമ്പൂരിൽ പോയപ്പോഴാണ് ആ പിന്നോക്ക പ്രദേശത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ഞങ്ങൾ പഠിക്കാൻ ഇടയായത്. കേരളത്തിന്റെ ഒരു സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ വലിയ മുന്നേറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മലബാർ മേഖലയിലാണ്. അതിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ മാറ്റങ്ങൾ, അതിൽ തന്നെ മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ പഠിച്ചു മുന്നേറുന്ന കാഴ്ച, നമ്മുടെ സമുദായത്തിന്റെ കണക്ക്, സമുദായം പറയുകയല്ല, ജാതി പറയുകയല്ല, നമ്മുടെ സമൂഹത്തിൽ ഒരു വിഭാഗം കുട്ടികൾ അടിച്ചമർത്തലുകളെയും പിന്നോക്കാവസ്ഥയും ദാരിദ്ര്യത്തെയും ഒക്കെ വെല്ലുവിളിച്ച് അവയെ എതിർത്ത് പരാജയപ്പെടുത്തി മുന്നേറുന്ന അതിമനോഹരമായ ഒരു കാഴ്ച. ഇപ്പൊ നോക്കിക്കോ, റാങ്കൊക്കെ കിട്ടുന്നതെല്ലാം മലബാറിലെ കുട്ടികൾക്കാണ്, അത് മുസ്ലിം പെൺകുട്ടികൾക്ക്. മുസ്ലിം സമുദായത്തിൽ തന്നെ മുസ്ലിം പെൺകുട്ടികളാണ് ഈ ജൈത്രയാത്രയുടെ മുൻനിരയിൽ നിൽക്കുന്നത്. ഇത്തവണത്തെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയത് പി ഹിബ എന്ന മലപ്പുറത്തെ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ പേര് പോലും ഞങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മുന്നോക്കാവസ്ഥ, ഈ മുന്നോക്കം പോകുന്ന മലബാറിനോടൊപ്പം നിൽക്കാൻ നിലമ്പൂരിന് കഴിഞ്ഞില്ല. കാരണം അതിനകത്തൊരു ഗൾഫ് മുന്നേറ്റം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഗൾഫ് മുന്നേറ്റത്തിൽ നിലമ്പൂർ വളരെ പുറകിലായിരുന്നു. ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂർ പഞ്ചായത്തിന്റെ അധ്യക്ഷനാവുമ്പോൾ അദ്ദേഹം കണ്ട ഒരു കാഴ്ചയിലാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ അനിയത്തി, ഷൗക്കത്ത് 10ാം ക്ലാസ്സിൽ, അനിയത്തി 8ാം ക്ലാസ്സിൽ. അനിയത്തിയുടെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഷാഹിന എന്ന കുട്ടി 8ാം ക്ലാസ്സിൽ. ഇവർ 3 പേരും കൂടെ സ്കൂളിൽ പോകുന്ന കഥയാണ് ഇതിന്റെ ആദ്യത്തെ അധ്യായത്തിലുള്ളത്. അങ്ങനെ ഇവർ 3 പേരും സ്കൂളിൽ പോകുമ്പോൾ ഒരു ദിവസം ഷാഹിന എന്ന കുട്ടി ക്ലാസ്സിൽ വന്നില്ല, പിറ്റേന്നും വന്നില്ല. ഷൗക്കത്ത് ചോദിച്ചു, എന്ത് പറ്റി ഷാഹിനയ്ക്ക്? അപ്പോഴാണ് അനിയത്തി പറയുന്നത്, ഷാഹിനയുടെ കല്യാണം, ഷാഹിനയ്ക്ക് നിക്കാഹ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഷൗക്കത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് മാറിവാനിയൂസിൽ പഠിക്കാൻ വന്നു. 9ാം ക്ലാസ്സിൽ ഷാഹിന എന്ന കുട്ടി ഇടയ്ക്ക് വരും. 9ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഷാഹിന വരുന്നത് ഗർഭിണിയായ പെൺകുട്ടിയാണ് 9ാം ക്ലാസ്സിൽ. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായം തന്നെ 9ാം ക്ലാസ്സിലെ ഗർഭിണി കുട്ടി എന്നാണ്. അവിടെ നിന്ന് തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് ഷാഹിന അദ്ദേഹത്തിന്റെ മനസ്സിലൊരു കഥാപാത്രമായി. പിന്നീട് അതൊരു സിനിമയായി. അത് കഴിഞ്ഞ് ഷൗക്കത്ത് രാഷ്ട്രീയക്കാരനായി. തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ CPM, CPI നേതാക്കന്മാരുടെ കൂടെയും ഇടതുപക്ഷ സിനിമാ പ്രവർത്തകരുടെ ഒക്കെ കൂടിയായിരുന്നു ഷൗക്കത്തിന്റെ സഹവാസം.
അതുകൊണ്ടൊരു ഇടതുപക്ഷ മനസ്സ് അദ്ദേഹം സ്വന്തമാക്കി. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകൾ അദ്ദേഹം പ്രാവർത്തികമായി പ്രവൃത്തിയിലൂടെ ഇതൊക്കെ നേരെയാക്കുന്നത് എങ്ങനെ എന്ന് നോക്കി. അവിടെ ഒരു സർക്കാർ സ്കൂളുണ്ട്, മാനവേദൻ സ്കൂൾ. ആ സ്കൂളിലാണ് ഇതുപോലെയുള്ള ഷാഹിനമാർ പഠിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കല്യാണം കഴിച്ച് ഗർഭിണികളായി പഠിത്തം നിർത്തേണ്ടി വരുന്ന പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ. 1ഉം 2ഉം കുട്ടികളാവുമ്പോഴത്തേക്ക് വിവാഹബന്ധം മുറിഞ്ഞു പോകുന്ന കുട്ടികൾ, ഉപേക്ഷിക്കപ്പെടുന്ന, നിഷ്കരണം ജീവിതത്തിന്റെ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന പാവം ഷാഹിനമാർ. ഇവരിൽ തുടങ്ങിയ കഥയാണ് 10 വർഷത്തെ നിലമ്പൂരിന്റെ കഥ. അതിൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ഷൗക്കത്തിന് ഭ്രാന്താണോ എന്ന്. കാരണം നമ്മളൊക്കെ അന്തിച്ചു പോകും. മാനവേദൻ സ്കൂള്, അതാണ് ഇവിടുത്തെ പാവപ്പെട്ടവരും ആദിവാസി കുട്ടികളും ഒക്കെ പഠിക്കുന്ന സ്കൂൾ. അവിടെ ആ സ്കൂളൊന്ന് വളർത്താൻ, ആ സ്കൂളിന്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ഷൗക്കത്തും പഞ്ചായത്ത് മേധാവികളും ഒക്കെ ശ്രമിച്ചതിന്റെ ഫലമായി ആദ്യം ഒരു നല്ല കെട്ടിടമൊക്കെ കെട്ടിക്കൊടുത്തു. 2-2.5 കോടി രൂപ ചെലവാക്കി. വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ നമ്മുടെ ബഹുമാനപ്പെട്ട അരുണരത്നം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മുതിർന്ന ആൾക്കാരെ കൊണ്ടുവന്നു. വിദ്യാഭ്യാസ സെക്രട്ടറി ഒക്കെയാണ് അവിടെ ചർച്ചയിലൊക്കെ പങ്കെടുത്തു. അപ്പം ആദിവാസി കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുക. കുട്ടികളൊക്കെ വന്നാലേ മുറിഞ്ഞു പോകും. അപ്പൊ അവരെ ഈ സ്കൂളിലേക്ക് ആകർഷിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഷൗക്കത്ത് പല സർവേ ഒക്കെ നടത്തി. അപ്പോഴേ അതിലൊരു മുന്നണി പോരാളിയായിരുന്നു ഇവിടെ ഇരിപ്പുണ്ട്, സെലീനയൊക്കെ ഞങ്ങളോട് ഒത്തിരിയും കഥകൾ പറഞ്ഞു. അപ്പൊ മുഖ്യമന്ത്രി വരുന്നതുകൊണ്ട് അത് ആദിവാസി സംഘമാണ് കേട്ടോ, നിലമ്പൂരിലെ സംഘമാണ്, പാഞ്ചാരി മേളവുമായിട്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വികസനത്തിന്റെ വേറൊരു വശമാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഹാർദമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അരുണരത്നം, MG രാധാകൃഷ്ണൻ, ജോസ് കറിയ, ഗൗരിദാസൻ നായർ, എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വന്നിരിക്കുന്ന നിലമ്പൂരിലെ ആൾക്കാർക്കും ഈ സദസ്സിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നിലമ്പൂർ നഗരസഭയുടെ ജനപക്ഷ വികസനത്തിന്റെ നേർക്കാഴ്ചയായ ഒരു നിലമ്പൂർ പരീക്ഷണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് അടുത്തത്. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി മാധ്യമപ്രവർത്തകനായ ശ്രീ ഗൗരിദാസൻ നായരെയും ക്ഷണിക്കുന്നു. പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന് ഞാൻ പ്രത്യേകമായി എൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുക. നിലമ്പൂരെ ഈ പരിപാടിയുമായിട്ട് എനിക്ക് വളരെ അടുത്ത് സഹകരിക്കുന്നതിനും പങ്കാളിയാകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ 4.5 വർഷത്തിനുള്ളിൽ ഞാൻ 5 പ്രാവശ്യം ഈ നഗരസഭയുടെ, നിലമ്പൂർ നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകനായ, സഹമന്ത്രിയായ ശ്രീ അരിയാടൻ്റെ മകൻ ചെയർമാൻ എന്നുള്ളതല്ല, അതിനപ്പുറത്ത് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് വിളിച്ച ഓരോ പരിപാടിക്കും ഞാൻ അവിടെ പോയിട്ടുള്ളത്. പുതിയ ആശയങ്ങൾ, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, കാലോചിതമായ പ്രശ്നങ്ങളിലുള്ള ഇടപെടൽ, അതിനകത്ത് നേടിയെടുത്തിട്ടുള്ള വിജയങ്ങൾ, അതൊക്കെ വളരെ പ്രാധാന്യമറിയിക്കുന്നതാണ്. പക്ഷേ ആ നല്ല കാര്യങ്ങളെല്ലാം അവിടെ ശ്രദ്ധിക്കപ്പെട്ടു. അവിടുത്തെ മാധ്യമങ്ങളിൽ
പ്രധാന ചർച്ചാ വിഷയമായി. പക്ഷേ അതിന് പുറത്തേക്ക് വേണ്ടത്ര ഒരു പ്രചരണമോ ഈ നല്ല ഇടപെടലുകൾക്ക് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ആ ഇടപെടലുകൾ അതിനൊരു അംഗീകാരമോ ഉണ്ടായിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നിശ്ചയമായും ഈ പുസ്തകവും പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരം പോലുള്ള ഒരു സ്ഥലത്ത് വെച്ച് നടക്കുന്നതും കൂടുതൽ ജനശ്രദ്ധയും മാധ്യമങ്ങളുടെ ശ്രദ്ധയും വരുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. വരേണ്ടതാണ്. ഇത് നിലമ്പൂർ നഗരസഭയുടെ മാത്രമായിട്ടൊരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് നിലമ്പൂരെ കാര്യങ്ങൾ നേരിട്ടറിയാവുന്നത് ഞാൻ പറഞ്ഞതാണ്. ഇതുപോലെ കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ, വിവിധ മുനിസിപ്പാലിറ്റികളിൽ പലതിലും വളരെ നല്ല പ്രവർത്തനങ്ങൾ, നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ, നല്ല ജനപങ്കാളിത്തത്തോടുകൂടി വിജയകരമായി നടപ്പിലാക്കുന്ന ഇടപെടലുകളുണ്ട്. ഇതും ഓരോന്നും അറിയാനും അറിയിക്കാനും മറ്റുള്ളവർ കൂടി അത് സ്വീകരിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടതാണ്. അതിനും ഒരു നല്ല വിധത്തിലുള്ള പ്രചരണവും പ്രവർത്തനവും ആവശ്യമായിട്ടുണ്ട്. ഞാൻ ശ്രീ ബാപ്പുട്ടിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് പ്രത്യേകമായി താല്പര്യമെടുത്ത് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് അത് പൊതുജന മധ്യത്തിലേക്ക് കൂടുതൽ ശക്തിയോടെ, കൂടുതൽ തീഷ്ണതയോടുകൂടി അതിന് അംഗീകാരം ലഭിക്കത്തക്ക വിധത്തിൽ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ ജേക്കബിനെയും സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുന്നു. നമസ്കാരം. ജയ്. ഒരു നിലമ്പൂർ പരീക്ഷണം എന്ന പുസ്തകത്തെ പ്രൗഢമായ അവതാരികയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തകനായ ശ്രീ MG രാധാകൃഷ്ണനാണ്. പുസ്തകം അവതരിപ്പിക്കുന്നതിനായി ശ്രീ MG രാധാകൃഷ്ണനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഷൗക്കത്ത് അരിയാടൻ, ഈ വേദിയിലുള്ള എൻ്റെ ദീർഘകാല സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്, സദസ്സിനും നമസ്കാരം. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു അവതാരിക ഇതിനകത്ത് എഴുതിയിട്ടുമുണ്ട്. അതിന് പുറമെയാണ് ഈ പ്രസംഗം കൂടെ നടത്തുന്നത്. കഴിവതും ഏറ്റവും ചുരുക്കി പറയാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. പക്ഷേ ഈ പുസ്തകം, ഈ നിലമ്പൂർ എന്ന് പറയുന്ന ഈ അത്ഭുതം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ട് ഈ പുസ്തകത്തിന് വേണ്ടി മാത്രമല്ല, ഒരു 8-10 വർഷം തന്നെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദ്യം ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ഈ നിലമ്പൂർ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നടത്തുന്ന ഈ വലിയ പരിപാടിയെക്കുറിച്ച് ആദ്യം അറിയുന്നത്. ആദ്യം തുടങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹം അവിടെ പോവുകയും അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തതായിരുന്നു. അപ്പോൾ തിരിച്ചു വന്ന് 10 വർഷം മുമ്പ് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞ് ഞാൻ ഈ 10 വർഷത്തിനിടയ്ക്ക് 2 തവണയോ 3 തവണയോ അവിടെ പോവുകയും അവിടെ താമസിക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട്, അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. അല്ല, സെലീന അവിടെയുണ്ട്, നിലമ്പൂരെ വിപ്ലവ നായികമാരിൽ ഒരാളാണ് അരിയാടിനോടൊപ്പം. വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം ഒരു ആണ് ഈ നിലമ്പൂരിൽ അരങ്ങേറിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ജേക്കബും ജോയും കൂടെ കൊടുത്തിരിക്കുന്ന പേര് തന്നെ ഒരു നിലമ്പൂർ വികസന മാതൃക തന്നെ രൂപം കൊണ്ടിരിക്കുകയാണ്. 4 കാരണങ്ങൾ കൊണ്ടാണ് ഇത് വളരെ ഷൗക്കത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ സവിശേഷമായിട്ടുള്ള ഒരു നേട്ടമാണ് തോന്നുന്നത്. ഒന്ന്, ഷൗക്കത്ത് അരിയാടിനെ പോലെ ഒരാൾ ഇന്നത്തെ കാലത്ത്, ജേക്കബ് പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിനകത്ത്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി മാത്രം ജീവിക്കാനും അതിൽ തന്നെ സംതൃപ്തി കണ്ടെത്താനും തയ്യാറായി എന്നുള്ളത് വളരെ അസാധാരണമാണ് ഇക്കാലത്ത് എന്നുള്ളതിനെപ്പറ്റി സംശയമില്ല. പ്രത്യേകിച്ച് മക്കൾ രാഷ്ട്രീയമൊക്കെ ശക്തമായി ഇരിക്കുന്ന ഈ കാലത്ത് ഇത്രയും വലിയൊരു നേതാവിന്റെ മകൻ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഒരു വെള്ളിക്കരണ്ടിയുമായിട്ടോ സ്വർണ്ണക്കരണ്ടിയുമായിട്ടോ ഒക്കെ ജനിച്ച ഷൗക്കത്ത്, അതും അദ്ദേഹം വിദ്യാഭ്യാസത്തിലും സിനിമയിലും ഒക്കെ
വളരെ മുമ്പോട്ട് പോയിരിക്കുന്ന ഒരു വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരാൾ നിലമ്പൂർ പോലെ ഒരു പിന്നോക്ക പഞ്ചായത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ ഒഴിഞ്ഞു വെച്ചു എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ അസാധാരണമായ ഒരു കാര്യമാണ്. ഇന്ന് ജനിക്കുമ്പോഴേ മന്ത്രിയോ കേന്ദ്രമന്ത്രിയോ എം പിയുമോ ഒക്കെ ആവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, കാത്തിരിക്കുന്ന, തിരക്ക് കൂട്ടുന്ന ഒരു കാലഘട്ടത്തിൽ 5 വർഷം പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, പിന്നെ 5 വർഷം നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് മാത്രം അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനുമായി. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഇല്ലാത്ത മനസ്സാണ് അത് കാണിക്കുന്നത്. 2, ഈ 10 വർഷം ചെയ്ത വികസനം വാസ്തവത്തിൽ അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അതെല്ലാം നേരത്തെ സൂചിപ്പിച്ചു. സാക്ഷരതയുടെ കാര്യത്തിൽ, വയോജന സാക്ഷരതയുടെ കാര്യത്തിൽ, അതിനൊക്കെ അപ്പുറത്ത് ഈ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ, ഭൂരിപക്ഷമുള്ള സ്ത്രീകളുടെ എംപവർമെന്റ്, ശാക്തീകരണം നടത്താനുള്ള അദ്ദേഹം സ്വീകരിച്ച അത്ഭുതകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. മൂന്നാമത്തെ കാര്യം, വികസനം എന്ന സങ്കല്പനത്തിൽ തന്നെ അദ്ദേഹം വാസ്തവത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാടല്ല, പരമ്പരാഗതമായ കാഴ്ചപ്പാടാണ്. പക്ഷെ ഇന്ന് വികസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറി വരുന്ന മധ്യവർഗത്തിന് താല്പര്യമുള്ള വികസനം മാത്രമാണ്. അതും ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് വികസനം എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരായവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, ഷോപ്പിംഗ് മാളുകളും തുറമുഖങ്ങളും നക്ഷത്ര റോഡുകളും എക്സ്പ്രസ് ഹൈവേകളും ഒക്കെ വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ പലപ്പോഴും കേരളത്തിൽ പരമ്പരാഗതമായ കേരളത്തിന്റെ വികസനം, കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായവരുടെ ജീവിതം ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതാണ് കേരളത്തിന്റെ നേട്ടം. അല്ലാതെ മറ്റ് നഗരങ്ങളിൽ